സാധാരണഗതിയിൽ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് ആദ്യമായി അത്തരം വികസന കാര്യങ്ങൾ അവതരിപ്പിക്കാറ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന UDFൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ ആദ്യമായി അഷ്കർ കോറാട് CPIMൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ഒഴൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങളെക്കുറിച്ച് താങ്കൾ അവതരിപ്പിക്കൂ. ഞാൻ വെട്ടൻ ചാനലിൽ ജനാധിപത്യം എന്ന പരിപാടിയിലേക്ക് വരുമ്പോൾ ഒഴൂരിലെ പഞ്ചായത്തിലെ 5 വർഷത്തെ വികസനങ്ങൾ ചർച്ച ചെയ്യും. അതിന് ഭരിച്ച UDF ആണ് കഴിഞ്ഞ 5 വർഷം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അവരൊക്കെ ഈ പരിപാടിയിലേക്ക് വരും. ഈ വികസനം നമുക്ക് ചർച്ച ചെയ്യാൻ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ 5 വർഷം ഒഴൂർ ഗ്രാമപഞ്ചായത്തിലെ വികസനം ചർച്ച ചെയ്യാൻ അവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എന്തുകൊണ്ടാണ് അവർ ഈ 5 വർഷത്തെ വികസനം ചർച്ച ചെയ്യാൻ ഇത്തരം ഒരു വേദി ഉണ്ടാക്കിയിട്ട് പോലും അവർ വരാതിരുന്നത്? ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ്, ഇല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി, ആരെങ്കിലും ഒന്ന് വരണ്ടേ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ? അവരാരും ഇവിടെ എത്തിയിട്ടില്ല. അതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അവർക്കൊന്നും പറയാനില്ല. നഷ്ടപ്പെട്ട 5 വർഷങ്ങൾ ഒഴൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 5 വർഷങ്ങളാണ്. ഈ 5 വർഷം ഒരു വികസനവും ഒഴൂർ ഗ്രാമപഞ്ചായത്തിൽ ചൂണ്ടിക്കാണിക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിനും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും ആയിട്ടില്ല എന്നാണ് ഞാൻ LDFൻ്റെ ഞങ്ങളടക്കം പൊതുജനങ്ങളടക്കം അങ്ങ് പഞ്ചായത്തിലേക്ക് വന്ന് അന്വേഷിച്ചാൽ പറയാനും കേൾക്കാനും കാണാനുമുള്ളത്. അവിടെ നടന്ന വികസനം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ V അബ്ദുറഹ്മാൻ MLA നമ്മുടെ മന്ത്രിയുടെ ഫണ്ട് ചെലവഴിച്ചതല്ലാതെ ഒരു വികസന പദ്ധതി പോലും പുതുതായിട്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ട് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിൽ, പ്രവാസികളുടെ കാര്യത്തിൽ, കാർഷിക മേഖലയുടെ കാര്യത്തിൽ എവിടെയെങ്കിലും ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ, ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രവാസികളുടെ കാര്യത്തിൽ, ഭിന്നശേഷിക്കാരുടെ കുട്ടികളുടെ കാര്യത്തിൽ, പിന്നെ അതോടൊപ്പം തന്നെ പട്ടികജാതി വിഭാഗ ജനങ്ങളുടെ കാര്യത്തിൽ എവിടെയെങ്കിലും ഈ 5 വർഷം ഈ മുസ്ലിം ലീഗും കോൺഗ്രസും ഭരിക്കുന്ന ഈ ഭരണസമിതി എവിടെങ്കിലും ഒരു വികസനം എവിടെങ്കിലും നടപ്പിലാക്കി എന്ന് പറയാൻ 5 വർഷം നടപ്പിലാക്കിയിട്ടില്ല. ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ഫണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് അനുവദിക്കുന്നത്. 50% ഫണ്ട് മാത്രമാണ് ഓരോ വർഷവും ഫണ്ട് ചെലവഴിക്കുന്ന UDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി. ഒരു 50% ഫണ്ട് ലാപ്സായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഭരണസമിതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ട ഒരു സൗകര്യം വർദ്ധിപ്പിക്കാത്ത, ഒരു സഹായം നൽകാത്ത ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷം മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി ഉണ്ടായിട്ടുള്ളത്. 2016 മുതൽ 2020 വരെ LDFൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു. മറന്നു പോകരുത്. ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച സംസ്ഥാനത്തൊരു പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ ഒഴൂർ ഗ്രാമപഞ്ചായത്തായിരുന്നു. നികുതി പിരിവിൽ ഏതെന്ന് ചോദിച്ചാൽ ഒഴൂർ ഗ്രാമപഞ്ചായത്തിന്. അതിൻ്റെ അവാർഡുകൾ വരെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് തേടി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പദ്ധതികളൊക്കെ ആ 5 വർഷം LDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. വ്യക്തമായ തെളിവോട് കൂടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഈ MLA ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ 5 വർഷം, നഷ്ടപ്പെട്ട 5 വർഷം നമുക്ക് പരാജയമാണ്. 113 കോടി രൂപയാണ് ഈ പ്രാവശ്യം 2021 മുതൽ 2025 വരെ വിവിധ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ 9.5 വർഷം 175 കോടി രൂപയാണ് ഈ 9.5 വർഷം കൊണ്ട് MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഈ ഒഴൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അടിസ്ഥാന റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ, സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യത്തിൽ, അംഗനവാടികളുടെ കാര്യത്തിൽ, സ്കൂളുകളുടെ കാര്യത്തിൽ, സ്കൂളുകളുടെ ടർഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടാണ് MLAയുടെ വികസനം
ഈ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല, വികസനം കൊണ്ടുവരണമെന്ന് MLA-ക്കും LDF-ന്റെ പ്രതിനിധികൾക്കും ഉണ്ടായത് കൊണ്ടുമാണ് മാത്രമാണ് ഈ വികസനം ഒഴിവ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. അതിനെ തുരങ്കം വെക്കാൻ നോക്കിയതാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും അതോടൊപ്പം തന്നെ അവരുടെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കം വികസനം കൊണ്ടുവരുന്നതിന് എതിർത്ത് കോടതിയിൽ പോയ ആളുകളാണ് ഇന്ന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അടക്കം അത്തരം കേസുകൾ കൊടുത്ത് ഈ പദ്ധതിക്ക് തുരങ്കം വെക്കാൻ നോക്കിയതാണ്. അതോടൊപ്പം തന്നെ കോളേജ്, താനൂർ ഗവൺമെൻറ് കോളേജ് ഇത്രയും വൈകിപ്പിക്കാൻ കാരണം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള താനൂർ മുനിസിപ്പാലിറ്റി അടക്കം ഭരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഈ ഗവൺമെൻറ് കോളേജ് മുടക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥ പരിശ്രമം നടത്തിയിട്ട് പോലും അത് പുനർജീവിച്ച് ഇപ്പോൾ ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, ഈ നഷ്ടപ്പെട്ട 5 വർഷങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രയാണത്തിലാണ് LDF-ന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി ഇവിടെ ജനവിധി തേടാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നു. ജനങ്ങളോട് വികസന പ്രശ്നങ്ങൾ, തങ്ങൾ ചെയ്ത വികസന കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോലുമുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് അവർ ഈ സംവാദത്തിന് പോലും വരാൻ തയ്യാറാകാതിരുന്നെന്നും താനൂർ MLA V. അബ്ദുറഹിമാൻ അദ്ദേഹം നടത്തിയ ഒരുപാട് വികസന പദ്ധതികൾ ഒഴൂരിൽ നടന്നതുകൊണ്ട് മാത്രമാണ് ഒഴൂർ ഇങ്ങനെ നിൽക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അടുത്തതായി BJP-യുടെ പ്രതിനിധി NDA-യുടെ പ്രതിനിധി സുകുമാരൻ K. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒഴൂരിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച്, വികസന കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം അവതരിപ്പിക്കും. 5 മിനിറ്റ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ നഷ്ടപ്പെട്ട 5 വർഷം എന്നാണ് പറഞ്ഞത്. അതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഒപ്പം തന്നെ ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ വകയായിട്ടൊരു 5 വർഷം തരാൻ പോവാം. LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും നഷ്ടപ്പെട്ട വർഷമാണ് ഞാൻ പറയുന്നത്. ഈ പ്രാവശ്യം UDF ഭരിച്ച സമയത്ത് പഞ്ചായത്തിൻ്റെ സമസ്ത മേഖലയിലും പരാജയമാണ് എന്നതിന് എനിക്ക് കാര്യമായ എതിർപ്പൊന്നുമില്ല. ഞാൻ പറയുന്നു, ആ നഷ്ടപ്പെട്ട 5 വർഷമല്ല, BJP പറയുന്ന നഷ്ടപ്പെട്ട 10 വർഷമാണ്. നിലവിൽ ഉള്ള ഭരണസമിതിക്ക് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് കൂടി പങ്കാളിത്തമുള്ള ഭരണസമിതി നാട്ടിലുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ജസ്റ്റ് ഒരു ചോദ്യം. 7 പ്രാവശ്യം പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സാറിൻ്റെ സഹായം ഉണ്ടായിരുന്നില്ല എങ്കിൽ നമ്മൾ പഞ്ചായത്തിന് ചിത്രം മാറുമായിരുന്നു പറഞ്ഞു. അതിനോടും എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ സാർ, ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടുകളെ ഉപയോഗപ്പെടുത്തി ആ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്ത് അതിന് പരിഹാരം കാണുന്നതാണ് തദ്ദേശ ഭരണ സംവിധാനം. അതിന് അബ്ദുറഹ്മാൻ സാറിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തൽ കുറ്റമില്ലെങ്കിൽ പോലും പ്രാദേശികമായി ആസൂത്രണ പദ്ധതികൾ നടപ്പിലാക്കി ഈ ഒഴൂരിൻ്റെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ LDF-ഉം പരാജയപ്പെട്ടിട്ടുണ്ട്. 2 കാര്യം മാത്രം ഞാൻ പറയാം. UDF സമഗ്ര മേഖലയിലും പരാജയമാണെങ്കിൽ എന്തുകൊണ്ട് ഈ നാട്ടിലെ പ്രതിപക്ഷമായ ഇടതുപക്ഷ മുന്നണി ആ വിഷയം ഉയർത്തിപ്പിടിച്ചില്ല? ഒഴൂരിൻ്റെ കിഴക്കൻ മേഖല ദുരിതം പേറുകയാണ്, കുടിവെള്ളം കിട്ടുന്നില്ല, കാർഷിക മേഖല തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. പാലക്കൽ തോടിനെയും കരിങ്കപ്പാറ തോടിനെയും ഉപയോഗപ്പെടുത്തി ഒഴൂർ, ഓമച്ചപ്പുഴ, അയ്യായ പാടശേഖരങ്ങളിലെ കൃഷി സമൃദ്ധമാക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടായിട്ടും ഭരണപക്ഷം പ്രതികൂലമായി ചിന്തിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൽ LDF പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 5 വർഷമല്ല, CPM ഭരിച്ച 5 വർഷവും UDF ഭരിച്ച 5 വർഷവും കൂടി 10 വർഷം ഒഴൂരിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ പ്രതീക്ഷകൾക്കെതിരെ ചിന്തിക്കുന്ന ജനാധിപത്യ ബോധമുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ LDAക്ക് അനുകൂലമായി ചിന്തിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. തീർച്ചയായും
ഇരു മുന്നണികളുടെയും ഇവിടെ വന്നിട്ടില്ലാത്ത UDF മുന്നണിയും അതുപോലെ തന്നെ നേരത്തെ ഭരണം കൈയാളിയിരുന്ന LDF മുന്നണിയും ഒഴൂരിന് ഒരു മാറ്റങ്ങളും നടത്തിയിട്ടില്ലെന്നും വീണ്ടും NDA അധികാരത്തിൽ വന്നാൽ ഇതിനൊരു മാറ്റമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നു. ചോദ്യങ്ങളുടെ സെഗ്മെന്റാണ്. LDF പ്രതിനിധി അഷ്കർ കോറാടിനോട് NDA പ്രതിനിധികൾക്ക് ചോദിക്കാനുള്ള സമയമാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ അഷ്കർ കോറാട്, അവരായിരുന്നു ഈ 5 കൊല്ലത്തിൻ്റെ നഷ്ടപ്പെട്ട 5 കൊല്ലത്തിൻ്റെ അപ്പുറം നമ്മുടെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ലോക്കൽ ബോഡിയാണ് പഞ്ചായത്തുകൾ. ജനങ്ങളുടെ പ്രശ്നങ്ങളിലും ജനങ്ങളുടെ വികസന കാര്യങ്ങളിലും അതിൻ്റെ അത്യുന്നതയിലെത്തിക്കാനുമുള്ള ഒരു സന്ദർഭമുണ്ടായിട്ടും അത് വേണ്ടത്ര കണ്ട് ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേപോലെയുള്ള നിരുത്തരവാദമായ പ്രവർത്തനം തന്നെയാണ് ഇപ്പോഴത്തെ ഭരണസമിതിയും തുറന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം ഒയൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ചോദ്യമായിട്ട് അത് വന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ഇദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം ആവർത്തിക്കുകയാണ് ചെയ്തത്. ചോദ്യങ്ങളുണ്ടെങ്കിൽ. നമ്മളിവിടെ പഞ്ചായത്ത്, ഒഴൂർ പഞ്ചായത്ത് CPM ഭരിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ജനങ്ങൾ, ഹിന്ദു കുടുംബങ്ങളായിട്ടുള്ള ഒരു ശ്മശാനം പോലും ഇല്ലാത്ത ഇവിടുന്ന് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നിക്കലെ പൊന്നാനിക്കോ മറ്റുള്ളിടത്തേക്കോ കൊണ്ടുപോകണം. ആ വാർഡ് മെമ്പറെ തെരഞ്ഞു പോയി നട്ടപ്പാർക്ക് വാർഡ് മെമ്പറെ വിളിച്ചുണർത്തി അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡിലോ അല്ലെങ്കിൽ A4 പേപ്പറിലോ അയാളെ കൊണ്ട് എഴുതി മേടിച്ച് അയാളെ ഒപ്പിട്ട് വേണം നമുക്ക് ആ ബോഡി കൊണ്ടുപോകാൻ. ഈ ഒഴൂർ പഞ്ചായത്തിന് CPM ഇത്രയും ആളുകൾക്ക് വേണ്ടി ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ ഒരുപാട് ആളുകളെ പോയി വിളിച്ചുണർത്തിയിട്ട് നമ്മൾ ഒപ്പിട്ട് മേടിച്ചിട്ടാണ് ഇവിടുന്ന് ഒന്നിക്കലെ പൊന്നാനിക്കോ മറ്റുള്ളിടത്തോ കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ സാധാരണക്കാരന് വേണ്ട കാര്യങ്ങളാണ് ഇന്ന് ശരിക്ക് ഒരു പെരയ്ക്ക് വീട് പോലും ഇല്ല, വഴി പോലും ഇല്ലാത്ത വീടുകളാണുള്ളത്. അവിടുന്ന് ആ ബോഡി കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എത്രയെന്നുള്ളത് ഹിന്ദു സമൂഹമായപ്പെട്ടതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിനുള്ളൊരു സംവിധാനം LDF വന്നാൽ ശരിയാവുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് വരെ അത് ശരിയായിട്ടില്ല. അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. കാരണം ഇതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞങ്ങളാണ്. ഒഴൂർ പഞ്ചായത്തിൽ സാധാരണ പാവപ്പെട്ടവരായ ഹിന്ദു സഹോദരന്മാർ മരിച്ചാൽ അവരെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനമില്ല, പൊതു ശ്മശാനമില്ല. അതല്ലേ ചോദ്യം? എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഒഴൂർ ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നതിന് ശേഷം 5 കൊല്ലമാണ് CPM നേതൃത്വത്തിലൊരു ഭരണം കൈയാളിയിട്ടുള്ളത്. ബാക്കി ഭരിച്ചതൊക്കെ UDF ആണ്. 2016 മുതൽ 2020 വരെയാണ് 21 വരെയാണ് CPM നേതൃത്വത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെച്ചത്. ഇതിന് മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. അവരവിടെ ഇല്ലാത്തതാണ് ഇതിൻ്റെ കാരണം. ഈ 5 വർഷം ആ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ അത് നമ്മൾ ഏറ്റവും വിഷമമുണ്ടാക്കുന്നൊരു സംഗതിയാണ് പൊതുമശാനം എന്നുള്ളത്. നമ്മളത് അതിൻ്റെ വർക്കുകളുമായി മുന്നോട്ട് പോയി ടോക്കൺ വരെ കൊടുത്തു. ഗവൺമെൻറ്റൊക്കെ ഏറ്റെടുക്കുക അക്വിസിഷൻ നടപടികൾ ആരംഭിച്ചപ്പോൾ കുറുവട്ടിശ്ശേരി എന്നൊരു പ്രദേശത്ത് SC വിഭാഗത്തിൻ്റെ ഒരു പൊതുമശാനമുണ്ട്. മുസ്ലിം വിഭാഗത്തിന് സംസ്കരിക്കാൻ പള്ളി ഖബർസ്ഥാനമുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിന് സംസ്കരിക്കാനുമുണ്ട്. നമ്മുടെ സഹോദരങ്ങൾക്ക് അവർ ചിലപ്പം വീടുകളിൽ സംസ്കരിക്കും. പക്ഷേ ഇതൊന്നുമല്ലാത്ത ആളുകളുണ്ട്. അത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മൾ ആ 5 വർഷം നമ്മൾ ടോക്കൺ എമൗണ്ട് വെച്ചു. ഇതുമായി തുടർ നടപടിയിലേക്ക് പോയപ്പോൾ കേസ് ഫയൽ ചെയ്തിട്ട് അത് നിർത്തലാക്കേണ്ട ഒരു ഘട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ വിഷമം തന്നെയാണ്. എന്തായാലും അത് ഇനിയൊരു ഭരണം കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഹിഡൻ അജണ്ടയാക്കിയിട്ട് ഒരു പൊതുമശാനം എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമം എല്ലാ വിഭാഗം ആളുകൾക്കും, പൊതുമശാനം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെതല്ല, എല്ലാ വിഭാഗം ആളുകൾക്കും അത് ഉപയോഗപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു നടപടികൾ കൊണ്ടുപോകും. തീർച്ചയായും. അടുത്തതായി സുകുമാരൻ K, അദ്ദേഹത്തോട് LDF പ്രതിനിധികൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളുടെ സമയമാണ്. നേരത്തെ അദ്ദേഹം തൊഴൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ നിലപാടുകളാണെന്ന് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചോദ്യം. BJPയുടെ പ്രതിനിധി
സുകുമാരൻ ചോദിച്ച ഒരു ചോദ്യം നഷ്ടപ്പെട്ട 5 വർഷം എന്നുള്ളത് നഷ്ടപ്പെട്ട 10 വർഷം എന്നുള്ള രൂപത്തിലാണ്. ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ മുന്നത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പരിപാടികളിലും BJP പ്രതിനിധിയായിട്ട് പങ്കെടുത്ത സുകുമാരൻ തന്നെയാണ് ഈ കാര്യം പറഞ്ഞത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഒഴൂരിലെ ഈ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ മുമ്പ് നടന്ന വികസനങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ആളാണ് സുകുമാരൻ. കാരണം ഇവിടെ മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമ്മിറ്റികളിൽ മുസ്ലിം ലീഗിൻ്റെ ഒപ്പം നിന്ന് വോട്ട് ചെയ്ത ആളുകളുടെ അവർക്ക് എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുത്ത BJP പ്രതിനിധികൾ അദ്ദേഹം തന്നെ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് BJP നേതൃത്വത്തോടു കൂടി തന്നെയാണ് ചോദിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, താങ്കൾ നേരത്തെ വികസന കാര്യങ്ങൾ ഒന്നും തന്നെ LDF സർക്കാരിൻ്റെ സമയത്തൊന്നും നടന്നിട്ടില്ലെന്നും അതിന് അദ്ദേഹം പറയുന്നത് ഏറ്റവും അധികം ഉദ്ഘാടനങ്ങളിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയാണ് താങ്കൾ എന്നാണ് പറഞ്ഞത്. രണ്ടാമത് ജലനിധി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന കമ്മിറ്റികളിൽ മുസ്ലിം ലീഗിനൊപ്പം ചേർന്നുകൊണ്ട് ആ പദ്ധതികൾക്ക് എതിരായി പ്രവർത്തിച്ച അല്ലെങ്കിൽ എതിരായി അതിൻ്റെ ചില ജനാധിപത്യ രീതികളെ മറികടക്കുന്ന രീതിയിൽ മുസ്ലിം ലീഗിനൊപ്പം നിങ്ങളുടെ പാർട്ടിയും ചേർന്നു എന്നുള്ള ഒരു ആരോപണം കൂടിയാണ് ഉന്നയിച്ചിട്ടുള്ളത്. മറുപടി, കേരളത്തിൽ ഹണി റോസ് എന്നൊരു നടിയുണ്ട്. ഹണി റോസ് ഒരുപാട് ഉദ്ഘാടനം ചെയ്യും, ടെക്സ്റ്റൈൽസൊക്കെ ചെയ്യും എന്ന് കരുതി ഹണി റോസ് അവിടെ പറയേണ്ട കാര്യമുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ അന്ന് ഭരിക്കുന്ന ഏത് മുന്നണിയാവട്ടെ ആ മുന്നണി സംഘടിപ്പിക്കുന്ന ഏത് പരിപാടിക്കും വരും. അതാണ് NDA. അതുമാത്രമാണ് NDA. നാടിൻ്റെ വികസനം ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ആര് വന്നാലും UDF ആവട്ടെ LDF ആവട്ടെ ഞങ്ങളുടെ ആ പരിപാടി പങ്കെടുക്കും. അതാണ് പ്രത്യേകത. ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അപ്പോൾ വികസനം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ല, വികസനം ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനമാണോ വികസനം? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഇട്ട കല്ല് മാത്രം നോക്കിയാൽ മതി 800 കുടുംബങ്ങൾ വീടുണ്ടാക്കാൻ. അത് പറയണ്ട. ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് ആ പ്രോഗ്രാം സംഘടിപ്പിച്ച പാർട്ടിയുടെ ഭരണത്തിനോടുള്ള പ്രീതി കൊണ്ടാണെന്ന് കരുതരുത്. ഒരു നാട്ടിൽ ഒരു ജനകീയ പരിപാടി നടക്കുമ്പോൾ, ഇപ്പോൾ ഇതാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞാനൊരു പരിപാടി സംഘടിപ്പിക്കും, അദ്ദേഹം വരും. എന്താ പ്രശ്നം? അപ്പോൾ BJPയുടെ നേതാവായ ഞാൻ LDFിൻ്റെ കാലത്ത് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അത് ക്ലീൻ ചിറ്റ് ആണ് എന്ന് ദയവായി ഇത് കേൾക്കുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അടുത്തത്. രണ്ടാമത്, ജലനിധി കമ്മിറ്റിയുടെ കാര്യമൊക്കെ നമ്മൾ പറയണോ? ജലനിധി കമ്മിറ്റിയിൽ നടന്ന അന്തർനാടകങ്ങൾ ഞാനും പറയാൻ പോയാൽ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് ജലനിധിയെ തകർക്കാൻ കൂടുന്നവരാ ചില ആളുകൾ. അത് മാത്രമേ പറയുന്നുള്ളൂ. ജലനിധി രാഷ്ട്രീയം അല്ല. ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള സാഹചര്യം നിഷേധിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിന് ചില തടസ്സങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് പരിഹരിക്കാൻ ചില വ്യക്തികൾക്കൊപ്പം നിന്നു എന്നുള്ളത് കറക്റ്റാണ്, ശരിയാണ്. അത് രാഷ്ട്രീയമായി വിലയിരുത്തുകയാണെങ്കിൽ ജലനിധിയുമായി ബന്ധപ്പെട്ട അന്തർനാടകങ്ങൾ BJPക്ക് പറയേണ്ടി വരും. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഒരു അപേക്ഷ മാത്രം, പൊതുപരിപാടിയിൽ സുകുമാരൻ പങ്കെടുത്തു എന്നത് LDFിൻ്റെ വികസനം നൽകുന്ന ക്ലീൻ ചിറ്റ് അല്ല. നേരത്തെ വിശദീകരിച്ചതാണ്. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള സമയമാണ് അദ്ദേഹത്തോട്. ഹണി റോസ് പങ്കെടുക്കുന്ന പരിപാടികൾ ഒരുപാട് ഉദ്ഘാടനങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ ഹണി റോസിൻ്റെ ഉദ്ഘാടന പരിപാടികളിൽ BJP പ്രതിനിധിനെയും CPM പ്രതിനിധിനെയും ലീഗിൻ്റെ പ്രതിനിധികളെന്ന് ഒരുത്തലില്ല. നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന സമയത്താണ് എന്ത് ചെയ്യണത്, ഈ പ്രതിനിധികളെ കയറ്റിയിരിക്കുന്നത്. ഒഴൂർ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഞാറ്റുതൊട്ടിപ്പാറ അയ്യപ്പനയുടെ വഴി റോഡ്. ഇപ്പോൾ ഇവരുടെ ഭാഗമായി വന്ന് നമ്മുടെ ഈ പരിപാടിയിലിരിക്കുന്ന ആളുകൾക്ക് നേരിട്ടറിയുന്ന ഒരു 200-ലധികം കുടുംബങ്ങൾക്ക് വീട്ടിലേക്കൊരു വഴി പോലും ഇല്ലാതെ ഈ പറഞ്ഞ മരിച്ചാലും ആശുപത്രി കേസിനും റോഡിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടിരുന്ന സ്ഥലത്ത്
ആ പദ്ധതി 1 കോടി രൂപയോളം ചെലവഴിച്ചിട്ടാണ് MLA ആ പദ്ധതിയിൽ ഉദ്ഘാടനം നടത്തിയത്, ആ പരിപാടി അല്ലെങ്കിൽ ആ ഒരു റോഡ് യാഥാർത്ഥ്യമാക്കിയത്. അതുപോലെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഒഴൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ LDF സർക്കാർ LDFിൻ്റെ ഭരണസമിതി ഭരിക്കുന്ന സമയത്തുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 5 കൊല്ലാണ് നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇത് രണ്ടും ഒരേ രീതിയിൽ കൂട്ടിക്കെട്ടരുത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോഴും ആ പഞ്ചായത്തിനകത്തൊരു ട്രോഫി ഇരിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച പഞ്ചായത്തായി സംസ്ഥാനത്ത് തെരഞ്ഞെടുത്ത ഒഴൂർ പഞ്ചായത്ത് ഭരണസമിതിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും അന്ന് നൽകിയിട്ടുള്ള ട്രോഫിയാണ്. അതിനുശേഷം 5 വർഷക്കാലം 800-ന് ബാക്കിലേക്കാണ് സ്ഥാനമെന്നാണ് നമുക്ക് എന്ത് ചെയ്ത് അറിയാൻ കഴിഞ്ഞത്. നേരെ അഷ്കറാജ് സൂചിച്ച പോലെ 50% പോലും പദ്ധതി നിർവഹിക്കാൻ ഒഴൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് രണ്ടും ഒന്നായി കൂട്ടിക്കെട്ടുന്നത് പഞ്ചായത്തിലെ തന്നെ പല വാർഡുകളിലും BJPയും UDFും തമ്മിലുള്ള ഒരു ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. അതിൻ്റെ ഭാഗമാണോ എന്നുള്ളത് കൂടി ഒന്ന് വ്യക്തമാക്കി തരണം. ചോദ്യം ക്ലിയർ ആണല്ലോ. രണ്ടും ഒരേപോലെയല്ല, അവിശുദ്ധ സഖ്യമുണ്ടോ? ഇതാണ് ചോദ്യം. രണ്ടും ഒരുപോലെയല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. രണ്ടും ഒരുപോലെയല്ല, ഒന്ന് അല്പം കൂടി പ്രയാസമുള്ളതാണ്. അതാരാണ് അത് പറഞ്ഞു? അത് പറയുന്നില്ല. ഇവിടെ BJPയും UDFും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം, BJPയും UDFും തമ്മിൽ അവിശുദ്ധമല്ല, ഒരു ബന്ധവുമില്ല. അതെങ്ങനെ പറയാം? കേരളത്തിൽ ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷം മത്സരിക്കുന്നില്ല. BJP പറഞ്ഞോട്ടെ, സുഹൃത്തെ, അവിടെ നിങ്ങളെ തമ്മിൽ ബന്ധമെന്ന്. അപ്പം അതുകൊണ്ട് UDFിനെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയെ UDFിനെ മുഖ്യ എതിരാളിയായി കാണുന്ന പ്രസ്ഥാനമാണ് BJP. അത് ദേശീയ തലം മുതൽ ഇവിടം വരെ. ശക്തി കുറഞ്ഞേക്കാം, ചില മേലെ ശക്തി കുറഞ്ഞേക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ BJPയെ സംബന്ധിച്ച് LDFും UDFും ഒരേപോലെയാണ്, ഒരേപോലെ രണ്ടും. അതുകൊണ്ട് അവരോടും പ്രീണനമില്ല, രണ്ടും ഒരേപോലെയാണ് BJP. വ്യക്തമാണ്.